ഹലോ. ജമ്മു കാശ്മീരിലെ ഉധംപൂരിലുള്ള പത്നി ടോപ്പ് എന്ന ഹിൽ സ്റ്റേഷനിൽ നവംബർ ടു മാർച്ച് മാസങ്ങളിൽ ഹോസ്റ്റ് ചെയ്യുന്ന വിൻ്റർ കാർണിവലിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വന്നാലോ? ഒരുപാട് നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കാഴ്ചകളും സ്നോ എക്സ്പീരിയൻസും ഫൺ ആക്ടിവിറ്റീസും ഒക്കെ നിറഞ്ഞതാണ് പത്നി ടോപ്പിലെ വിൻ്റർ കാർണിവൽ. ഇത്തവണ പത്നി ടോപ്പിൽ എത്തിയപ്പോൾ തന്നെ രണ്ട് തരം ക്ലൈമറ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ഫീലായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. ഒരു സൈഡിൽ നിറയെ പച്ചപ്പും അതിന് പുറകിലായിട്ട് സ്നോ ക്യാപ്ഡ് മൗണ്ടൻസിൻ്റെ നല്ലൊരു വ്യൂ ഉണ്ട്. എന്നാൽ മറുവശത്ത് നിറയെ സ്നോയാണ്. വിൻ്റർ കാർണിവൽ ഹോസ്റ്റ് ചെയ്യുന്ന സ്പോട്ടിൽ തന്നെ ജാക്കറ്റും ഷൂസും ഒക്കെ നമുക്ക് റെൻറ്റിലായിട്ട് വാങ്ങാൻ സാധിക്കും. അധികം ഫുഡ് ഐറ്റംസ് ഒന്നും തന്നെ അവിടെ എക്സ്പ്ലോർ ചെയ്യാനില്ല. നൂഡിൽസും മൊമോസും ഐസ്ക്രീമും ഒക്കെ തന്നെയാണ് ഇവിടുത്തെ മെയിൻ ഫുഡ് ഐറ്റംസ്. പക്ഷേ ഈ ഒരു വിൻ്ററി ക്ലൈമറ്റിൽ നിൽക്കുമ്പോൾ നല്ല ചൂടോടെ നൂഡിൽസും മൊമോസും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ കഴിക്കാതിരിക്കാൻ തോന്നില്ല. ഇവിടെ എല്ലാവരെയും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നത് നല്ല വെളുത്ത പഞ്ഞിക്കെട്ടുപോലുള്ള മേഘങ്ങളാൽ ചുറ്റപ്പെട്ട സ്നോ ക്യാപ്ഡ് മൗണ്ടൻ വ്യൂ തന്നെയാണ്. സ്കൈ എന്ന ക്യാൻവാസിൽ ഈ ഒരു സ്നോ ക്യാപ്ഡ് മൗണ്ടൻസിൻ്റെ ചിത്രം വരച്ചിരിക്കുന്നത് പോലെയാണ് ഈ ഒരു വ്യൂ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതുകൊണ്ട് മാത്രം ഇതൊന്നും ഒരു ലൈഫ് ലോങ് മെമ്മറി ആവില്ല. പകരം ലിവ് ഇൻ ദ മൊമെൻ്റ് എന്നൊക്കെ പറയില്ലേ, ഫോണും ക്യാമറയും ഒക്കെ മാറ്റി വെച്ച് ആ മൊമെൻറ്റിൽ അങ്ങ് ജീവിച്ചേക്കണം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും കുറേ ദൂരം കഥകളൊക്കെ പറഞ്ഞ് മഞ്ഞിലൂടെ അങ്ങനെ നടന്നു. ഫ്രണ്ട്സ് ഗ്രൂപ്പായിട്ടോ അല്ലെങ്കിൽ ഫാമിലി ട്രിപ്പ് പോലൊക്കെ പ്ലാൻ ചെയ്ത് പത്നി ടോപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ പത്നി ടോപ്പിൽ തന്നെ ഒരു 1 ഡേ പിക്നിക്ക് പോലൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്പോട്ടുകളുണ്ട്. ഇങ്ങനെയുള്ള സ്പോട്ടുകൾ എൻജോയ് ചെയ്യുക മാത്രമല്ല, ഇവിടെയൊക്കെ പതുങ്ങിയിരിക്കുന്ന അപകടങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും വേണം. വിജനമായിട്ടുള്ള കുറേ സ്പോട്ടുകളും പത്നി ടോപ്പിലുണ്ട്. അധിക ദൂരം ഇങ്ങനെയുള്ള സ്പോട്ടിലൂടെ മുമ്പോട്ടേക്ക് പോകാതിരിക്കുക. കാരണം അവിടെയൊക്കെ അങ്ങനെ ഒരു വഴിയുണ്ടോ എന്ന് പോലും സംശയമാണ്. മഞ്ഞ് മൂടി കിടക്കുന്നത് കൊണ്ട് അപകടം നമ്മൾ ഒട്ടും തന്നെ അറിയില്ല. ഇങ്ങനെയുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് എൻജോയ് ചെയ്യുക മാത്രമല്ല, നമ്മളുടെ സേഫ്റ്റിക്കും നമ്മൾ പ്രാധാന്യം കൊടുക്കണം. ഞങ്ങൾ എല്ലാവരും തന്നെ ഈ ഒരു 1 ഡേ പിക്നിക് നന്നായി എൻജോയ് ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് വസു എന്തൊക്കെയോ എന്നോട് പറയുന്നുണ്ടായിരുന്നു, ചേച്ചി ഇതിൻ്റെ ഫോട്ടോ എടുക്കൂ, ചേച്ചി ഇതിൻ്റെ വീഡിയോ എടുക്കൂ, എന്ത് ഭംഗിയായി ഈ സ്ഥലം കാണാൻ, ഇങ്ങനെയൊക്കെയാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ മഞ്ഞിൽ ഇങ്ങനെ വരച്ചിട്ടു. അപ്പോൾ ചച്ചു വന്നിട്ട് ഫ്ലൈയിങ് കീസൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. വിൻ്റർ കാർണിവൽ ആയതുകൊണ്ട് തന്നെ കൂടുതലും ഫാമിലീസ് ആയിരുന്നു പത്നി ടോപ്പിൽ. എല്ലാവരും ഈ ഒരു വിൻ്ററി ക്ലൈമറ്റും സ്നോയും ഒക്കെ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. മേഘങ്ങളൊക്കെ തൊട്ടടുത്ത് വന്ന് നിൽക്കുന്നത് പോലെ തോന്നും. എന്നാൽ ഒന്ന് കൈയെത്തി പിടിക്കാമെന്ന് കരുതി കുറച്ചുകൂടെ മുകളിലേക്ക് നടന്നു പോകുമ്പോൾ നമ്മളിൽ നിന്ന് എത്രയോ അകലെയാണ് അവരെന്ന് നമുക്ക് തോന്നുകയും ചെയ്യും. ജാക്കറ്റും ഷൂവും ഒക്കെ ഉണ്ടെങ്കിലും ഒരു 1 ഡേ ഫുൾ ഈ ഒരു വിൻ്ററി ക്ലൈമറ്റിൽ സ്നോയിലൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഉധംപൂരിലെ നോർമൽ ക്ലൈമറ്റിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ചെറിയ ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബോഡി ടെമ്പറേച്ചർ കീപ്പ് ചെയ്യുക, മാത്രമല്ല ക്ലൈമറ്റ് ചേഞ്ച് വന്നതിൻ്റെ ആഫ്റ്റർ കെയറും ചെയ്യുക. സോ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.